ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഇന്ന് മാർക്കറ്റ് 80 പോയിൻറ്റോളം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 50 65 70 പോയിൻറ്റ് ഇല്ല 70 പോയിൻറ്റോളം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും അവിടുന്ന് ഏകദേശം നിങ്ങൾ നോക്കിക്കേ എത്ര പോയിൻ്റ് മാർക്കറ്റ് പിന്നെ 70 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിന് ശേഷം ഇവിടുന്ന് ഏകദേശം ഒരു 50 പോയിൻറ്റും കൂടെ മാർക്കറ്റ് മുകളോട്ട് സഞ്ചരിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു മാർക്കറ്റ് മുകളോട്ട് ഇനി ഒരു അപ്സൈഡ് റാലി ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേങ്കിൽ പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായിട്ട് മാർക്കറ്റ് എന്തോ ചെയ്തു, മുകളോട്ട് 5 മിനിറ്റ് പോയി നല്ലൊരു ക്യാൻഡിൽ തന്നു. അപ്സൈഡ് വരും എന്ന് ഒരു മോഹമൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ഉദിപ്പിച്ചതിന് ശേഷം മാർക്കറ്റ് വീണ്ടും അവിടുന്ന് നല്ലൊരു ഫോള് തന്നു. ഓക്കെ, അപ്പം നമുക്കവിടെ എൻട്രി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്കത് നോക്കാം. ഇന്ന് വിശദമായിട്ട് തന്നെ നമുക്കിന്ന് പ്രൈസ് ആക്ഷൻ നോക്കാം, എന്താണ് അവിടെ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ പോള് കണ്ടപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ വളരെ സൂക്ഷിച്ചാണ് ഇന്ന് ട്രേഡ് ചെയ്തേക്കുന്നത്. കാരണം നമ്മുടെ സെമിനാറും നമ്മുടെ പ്രവാസികളുടെ പിന്നെ ജി-മീറ്റും ഒക്കെ ഗുണം ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഓരോരുത്തരുടെയും മെസ്സേജുകൾ വന്ന പേഴ്സണൽ മെസ്സേജുകൾ കണ്ടപ്പോഴും പ്രോഫിറ്റുകൾ കണ്ടപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് അത് ഗുണം ചെയ്തു എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങളത് കമൻറ്റ് ചെയ്യുക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മൾ 5 മിനിറ്റ് ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു നമ്മുടെ മുകളിലത്തെ നമ്മുടെ ആ റേഞ്ച് ലൈനും ബ്രേക്ക് ചെയ്ത് മോളിപ്പോയി അല്ലേ, മോളിപ്പോയി. അപ്പോൾ നമുക്കൊരു ബുള്ളിഷ് സ്ട്രക്ചർ കിട്ടി. അപ്പോൾ പലരും ഹോൾഡ് ചെയ്യുന്നവരുണ്ടായിരുന്നു, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന പലപേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ രക്ഷപ്പെട്ടു. എന്തായാലും ആ രക്ഷപ്പെടാനൊരു അവസരം അവർക്ക് കിട്ടി. അവരോട് ഞാൻ പേഴ്സണലായിട്ട് തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത് ഉപേക്ഷിക്കണം, അവിടെ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അവസരം കിട്ടി, അവരത് ഉപേക്ഷിച്ചു. ഓക്കെ, അതിനുശേഷം നല്ലൊരു ഒരു 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 ഫോള് വന്നു, ഒരു നല്ലൊരു ഗ്രീൻ ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നില്ലേ. ഈ ബെയറിഷ് ക്യാൻഡിൽ കണ്ടാൽ അറിയാം ഇതിനെ എൻഗൾഫ് ചെയ്യുന്ന ഒരു ക്യാൻഡിലായിരുന്നു ഇല്ലേ. നമ്മുടെ ആ ഗ്രീൻ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തു. ഇവിടെ മുകളിലൊരു ചെറിയ ഇതുണ്ടെങ്കിൽ തന്നെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു എൻഗൾഫിങ് ക്യാൻഡിൽ തന്നെയാണ് നമുക്ക് അനുമാനിക്കാം. ഓക്കെ, അപ്പം അതിനർത്ഥം എന്താ, മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരാനുള്ള സാധ്യത. പക്ഷേ നമുക്കിവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇല്ല. നിങ്ങൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്കിവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ വീണു, അതിനുശേഷം ഒരു 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 ബെയറിഷ് ക്യാൻഡിൽ വീണു. പക്ഷേ ഈ ബെയറിഷ് ക്യാൻഡിലിൽ എവിടെയെങ്കിലും നമുക്കൊരു എൻട്രി ഉണ്ടോ? അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പൊട്ടൻ്റെ മാവേലേർ പോലെ നിങ്ങൾ ഇവിടുന്ന് ഈ ചാടി കയറി ഇവിടുന്ന് പി എടുത്തെന്ന് വിചാരിച്ചു. ഈ ബെയറിഷ് ക്യാൻഡിൽ കണ്ടപ്പോഴേ പി എടുത്തു, നിങ്ങൾക്ക് ഇത്രയും ക്യാപ്ചർ ചെയ്യാൻ സമ്മതിച്ചു. പക്ഷേ ഇതിൻ്റെ പുറകിൽ നമുക്കാണെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു എന്തെങ്കിലും നമുക്കൊരു കൺവിക്ഷൻ വേണ്ടേ. മാർക്കറ്റ് കയറുന്നു അല്ലെ മാർക്കറ്റ് പിന്നെ താഴോട്ട് വീഴും എന്നുള്ളതിനൊരു കൺവിക്ഷൻ ഉണ്ട്. നമുക്കൊരു എൻട്രി ഉണ്ടോ? ഇവിടെ എൻട്രി ഇല്ല. ആ എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ഇല്ല. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ വീണതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ എൻട്രി എടുക്കാൻ പറ്റുമോ? ഇത്രയും നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഇതിൻ്റെ ഇവിടെ ആയിരിക്കും ഇല്ലേ, ഏകദേശം ഈ ലൈൻ്റെ തൊട്ട് മുകളിലായിരിക്കും സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10-60 പോയിൻറ്റോളം സ്ട്രൈക്ക് പ്രൈസിനകത്ത് ഒരു 60-65 പോയിൻറ്റോളം സ്റ്റോപ്പ് ലോസ് വരും. അപ്പോൾ നമ്മുടെ പ്രീമിയത്തിൽ വരുമ്പോൾ ഒരു 30 പോയിൻറ്റോളം സ്റ്റോപ്പ് ലോസ്, അത്രയും നമുക്ക് സ്റ്റോപ്പ് ലോസ് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പർച്യൂണിറ്റി ഞാൻ സെമിനാറിനകത്തിലാണെങ്കിലും ജി-മീറ്റിലാണെങ്കിലും ഞാൻ പറഞ്ഞ മെയിൻ കാര്യം അതാണ്. ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആ ഓപ്പർച്യൂണിറ്റി വരുന്നിടം വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. നമുക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇല്ല. അതിനുശേഷം വീണ്ടും ക്യാൻഡിൽ വീണ്ടും വന്നു ഇവിടുത്തെ റിജക്ഷൻ, വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ. പക്ഷേ ഇവിടെ ഒന്നും നമുക്കൊരു എൻട്രി ഇല്ല. നമുക്ക് എൻട്രി കിട്ടും എങ്ങനെയാണ്? ഇത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ റീടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരണം ഇല്ല. ഞാൻ വരച്ച് കാണിച്ചായിരുന്നു, നിങ്ങൾ ഗ്രൂപ്പിൽ ഞാൻ വരച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. അങ്ങനെയാണ് നമുക്കിവിടെ എൻട്രി ഉണ്ട്. കാരണം അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായിരിക്കും, നമുക്ക് മാനേജബിൾ ആണ് ഇല്ലേ. അത് കിട്ടുവാണെങ്കിൽ ഇത്ര നമുക്ക് കിട്ടും. പക്ഷേങ്കിൽ അങ്ങനെ ഒരു സിനാരിയോ അവിടെ ഉണ്ടായില്ല. മാർക്കറ്റ് വീണ്ടും ഒരു ക്യാൻഡിൽ വീണു, വീണ്ടും ഒരു ക്യാൻഡിൽ. ഇപ്പോൾ അടുത്ത ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെയാണ് ഇല്ലേ. ഈ ട്രെൻഡ് ലൈനാണ് അടുത്ത ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ നോക്കിക്കേ, ആ ട്രെൻഡ് ലൈനിൽ നമുക്ക് സപ്പോർട്ട് കിട്ടിയോ? ഈ സപ്പോർട്ട് ഈ ട്രെൻഡ് ലൈനിൽ വന്നതിന് ശേഷം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറുവാണെങ്കിൽ ഓക്കെ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ നമ്മുടെ എൻട്രിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് ഒരു പ്രോപ്പറായിട്ടൊരു എൻട്രി നമുക്ക് കിട്ടണം.
അവിടെയാണ് നമ്മുടെ വിജയം. മനസ്സിലായോ? അല്ലാതെ നമുക്ക് ചുമ്മാ കണ്ണുമടച്ച് വേണമെങ്കിൽ ഇവിടെ കണ്ണുമടച്ച് നിങ്ങൾ ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ എടുത്ത് കാണുമായിരിക്കും. പലരും എടുത്ത് കാണുമായിരിക്കും, പ്രോഫിറ്റ് കിട്ടി കാണും. ശരി, സമ്മതിച്ചു. പക്ഷേ ഈ ട്രേഡിന് നമുക്കൊരു കൺവിക്ഷൻ ഇല്ല. നമുക്ക് എന്തിൻ്റെ ബേസിലാണ് നമ്മളിവിടെ എടുക്കുന്നത്? എന്തിൻ്റെ ബേസിലാണ് നമ്മൾ എടുക്കുന്നത്? നമുക്കില്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല. നമുക്ക് അഥവാ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ നമ്മൾ എടുത്ത് വിചാരിച്ചോ, തിരിച്ച് മാർക്കറ്റ് പോയാൽ നമ്മൾ ഇവിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സ്റ്റോപ്പ് ലോസ് അത്ര താങ്ങാനുള്ള ശേഷിയുണ്ടോ നമുക്ക്? നമ്മുടെ ക്യാപിറ്റൽ അപ്പോഴത്തേക്കും വാഷ് ഔട്ടായി പോകും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാഹസത്തിന് ഒരിക്കലും മുതിരില്ല. റിസ്ക് എടുക്കുന്നവരും മാവേലെറിയുന്നവരൊക്കെ നിങ്ങൾ ചെയ്തോ, അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. എന്നും മാവേലെറിഞ്ഞ് വാങ്ങാൻ വീഴണം നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഇവിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തു ഇല്ലേ? നമുക്ക് നമ്മുടെ ഏകദേശം നമ്മുടെ സപ്പോർട്ടിന് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു, നമുക്കൊരു റിജക്ഷൻ കിട്ടി. ഇവിടെ നമ്മൾ ഓപ്പർച്യൂണിറ്റി, ഇവിടെ നമ്മൾ റിസ്കി ട്രേഡേഴ്സ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് വളരെ കുറവാണ് അല്ലേ? റിസ്കി ട്രേഡ് എപ്പോഴും നമ്മുടെ 22,000 എത്തിയില്ല. എത്തുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് ഇവിടെ റിജക്ഷനായി ഇല്ലേ? ഇവിടെ എൻട്രി എടുത്തോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു എൻട്രി റിസ്കി ട്രേഡേഴ്സിന് രണ്ടും കൽപ്പിച്ച് റിസ്ക് എടുക്കുന്നവർക്ക് ഇവിടെ ട്രേഡ് ഉണ്ട്. ഓക്കെ, അവർക്ക് നമ്മുടെ കറക്റ്റ് നമ്മുടെ ട്രെൻഡ് ലൈനിൽ വന്ന് റിവേഴ്സ് ചെയ്തു ഇല്ലേ? ട്രെൻഡ് ലൈൻ വരെ നമുക്ക് ടാർജറ്റ് ഇട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ എല്ലായിടത്തും പറഞ്ഞു, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു സ്റ്റോപ്പ് ലോസും ഒരു ടാർജറ്റും നമുക്ക് വേണം ഇല്ലേ? രണ്ട് കാര്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡിന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ആ ടാർജറ്റ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയവർക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റി. കാരണം നമുക്ക് ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട് ഇവിടെ. ഈ ഒരു പോയിൻ്റ് ഇത് എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പോയിൻ്റ് എവിടെയെങ്കിലും നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല, ഇവിടെ റിസ്കി ട്രേഡാണ്, ഇവിടെ കിട്ടിയില്ല, റിസ്ക് എടുത്തില്ല എന്ന് വിചാരിച്ചു. അതിനുശേഷം നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു റീടെസ്റ്റ് വന്നു ഇല്ലേ? ഓപ്പർച്യൂണിറ്റികളെ ഞാൻ പറഞ്ഞ മാർക്കറ്റിൽ ഏതെങ്കിലും നിങ്ങൾ ഒരെണ്ണമെങ്കിലും ഉപയോഗിച്ചാൽ മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? ഒരു റീടെസ്റ്റ് വന്നു, ഇവിടെ തട്ടി റീടെസ്റ്റ് വന്ന് ഒരു ഇവിടുന്ന് റിജക്ഷൻ വന്നു, ഒരു ക്യാൻഡിൽ ഇവിടെ വീണു ഇല്ലേ? വന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു? അവിടെ ഒരു ഗ്രീൻ കിട്ടി. നമ്മൾ ഈ ക്യാൻഡിൽ എന്ത് ചെയ്തില്ല? 50% കട്ട് ചെയ്തില്ല ഇല്ലേ? നമ്മുടെ പോളിസി എന്തുവാ? 50% കട്ട് ചെയ്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോയിന്റിൽ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടെ താഴോട്ട് പോയിട്ടാ ഈ ക്യാൻഡിൽ ആദ്യം താഴോട്ടാണ് പോയത്, ഇങ്ങോട്ടാണ് പോയത് ഇല്ലേ? ഇങ്ങോട്ട് പോയതിന് ശേഷമാണ് ഗ്രീനി വന്നത് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എൻട്രി എടുക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ ഹൈ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഒരു പോയിന്റ് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തവർക്കും ഇവിടെ നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ഇവിടെ വന്ന് ഒരു ടാർജറ്റ് കിട്ടി. ഓക്കെ, ഇതും പോട്ടെ, ഇതും കിട്ടിയില്ലെന്ന് വിചാരിച്ചു. വെരി ക്ലിയർ ആയിട്ട് ഇത് മൂന്നാമത്തെ ഇത് റിസ്കി ട്രേഡ്, ഇത് റിസ്കി ട്രേഡ് എന്ന് വിചാരിച്ചു. ഇത് റിസ്കി ട്രേഡാണെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എൻ്റെ ഓപ്പർച്യൂണിറ്റി കറക്റ്റായിട്ട് കിട്ടിയില്ല, കറക്റ്റ് എൻട്രി നമുക്ക് കിട്ടിയില്ല. ഓക്കെ, അത് രണ്ടും വിട്ടു. മൂന്നാമത്തേത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്തു? എൻട്രി വന്ന് കറക്റ്റ് നമ്മുടെ 22,000 വന്ന് എന്ത് ചെയ്തു? മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തു ഇല്ലേ? സപ്പോർട്ട് എടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ എൻട്രി ഉണ്ട്. ഒരു 5, 10, 15, 20 പോയിന്റ് സ്ട്രൈക്കിൽ നമ്മൾ താഴോട്ട് എന്ത് ചെയ്തു? സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. അപ്പോൾ എത്ര വെക്കും? 21,980 സ്റ്റോപ്പ് ലോസ് വെച്ചു ഇല്ലേ? 10 പോയിന്റ് ATMലാണെങ്കിൽ 10 പോയിന്റ് നമുക്ക് പ്രീമിയത്തിനകത്തിൽ 10 പോയിന്റ് നമ്മൾ ഇവിടെ 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മളിവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തു. നേരെ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയി വീണ്ടും വന്ന് റീടെസ്റ്റ് എടുത്തു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരുന്നു ഒരു ഡബ്ല്യുവിനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്ന ശേഷം ഞാൻ പറഞ്ഞു മാർക്കറ്റിന് ഇവിടുന്ന് ഒരു ഡബ്ല്യു സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നെ പൊങ്കാല ഇടലെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ വന്ന ശേഷം നോക്കിക്കേ, മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ഒരു റീടെസ്റ്റ് നടത്തി. അതിനുശേഷം മാർക്കറ്റ് അതുപോലെ തന്നെ ആ കറക്റ്റ് പോയിന്റ് ഡബ്ല്യു എവിടെയാണോ തുടങ്ങിയത് ആ പോയിന്റിൽ തന്നെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? റെസൾട്ട് എടുത്ത് നേരെ റിജക്ഷൻ വന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും വേണ്ട. ഞാൻ ഇവിടുന്ന് ഈ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു ഇവിടെ എത്താറാകുമ്പോഴത്തേക്ക് തന്നെ എത്തുന്നതിന് മുന്നേ ഇറങ്ങാൻ പറഞ്ഞു. പ്രോഫിറ്റ് ഇത് ഒരു ന്യായമായ പ്രോഫിറ്റ്. അല്ലാത്തവർക്ക് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു ഇല്ലേ? അതിനുശേഷം ഇത് ബ്രേക്ക് നടത്തി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റികൾ ധാരാളം. കാരണം നമുക്ക് ഇവിടെ ഒരു എൻട്രി പോയിന്റ്, പ്രോപ്പർ എൻട്രി പോയിന്റ് ഉണ്ട്, നമുക്ക് ഒരു എൻട്രി പോയിന്റ് ഉണ്ട്, നമുക്കൊരു SL ഉണ്ട് ഇല്ലേ? കൃത്യമായിട്ട് നമുക്കൊരു ക്രൈറ്റീരിയ കിട്ടി. നമുക്കൊരു ഒരു എന്താ പറയുക, ട്രേഡ് എടുക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടി. ആ സെറ്റപ്പിൽ നമ്മൾ ട്രേഡ് എടുത്തവർക്ക് പ്രോഫിറ്റ് കിട്ടി. ഈ ഒരു അപ്പോൾ ഈ 2 ഓപ്പർച്യൂണിറ്റി 3 ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ, ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ, ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ, 3 ഓപ്പർച്യൂണിറ്റി. ഈ 3 ഓപ്പർച്യൂണിറ്റിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പഠിച്ചവർക്ക് കൃത്യമായി ക്ലാസ്സുകൾ കണ്ടവർക്കും അറ്റൻഡ് ചെയ്തവർക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ആ എൻട്രി പോയിന്റ് കിട്ടി നിങ്ങൾ അവിടുന്ന് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങി ഇല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്നിപ്പം മാർച്ചിൻ്റെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഇതിന് പോൾ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ അങ്ങനെ കൃത്യമായി കാത്തിരുന്ന് എൻട്രി എടുത്തവരാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട്
മനസ്സിലായി പോൾ കണ്ടപ്പോൾ തന്നെ. പോളിനകത്തിൽ എത്ര ഉണ്ട് നോക്കിക്കോട്ടെ. ഞാൻ പോളിനകത്തിൽ ഇപ്പം നിലവിൽ ഓക്കെ പോളിനകത്ത് നല്ല പോളുണ്ട്. ഏകദേശം ഇപ്പോൾ തന്നെ 125 പേര് പ്രോഫിറ്റിൽ, 42 പേര് 44 പേര് ലോസ്, ബാക്കി എത്രയാണ് 187 പേര് ട്രേഡ് ചെയ്തില്ല, 49 പേര് സ്റ്റഡി ആയിരുന്നു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പലരും ഇറങ്ങി. ഓക്കെ, പിന്നെ മാവേൽ എറിഞ്ഞവരുടെ കാര്യം എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു ആത്മവിശ്വാസം വന്നു കാണും, ട്രേഡ് എങ്ങനെ എടുക്കേണ്ടതെന്ന്, ഒരു എൻട്രി പോയിന്റ് എങ്ങനെയാണ്, എക്സിറ്റ് പോയിന്റ് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ. മാർക്കറ്റ് ഇതിന് ശേഷം ഇവിടെ വന്ന് കൺസോളിഡേഷൻ സ്റ്റേജിൽ, അത് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇനി നാളെ ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കിനി ചിന്തിക്കേണ്ടത്. ഒന്നും പറയാനില്ല, മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുകയാണ്. എവിടെയാണോ നമ്മൾ പറഞ്ഞ റേഞ്ച്, ഇന്നലെ എവിടെയാണോ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് അവിടെ തന്നെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്ന് പറഞ്ഞ കണക്ക് മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വന്ന് നിന്നു. അപ്പം നമുക്കിതിനകത്ത് പോയിന്റുകളൊന്നും മാറ്റാനില്ല, ഇതേ പോയിന്റുകൾ തന്നെയാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇനി എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്, ഇത് ഒന്നുകിൽ ഇത് ബ്രേക്ക് ചെയ്യണം, ഇതൊക്കെ ഇവിടെയാണ്ടൊക്കെ കിടക്കുന്നു, ഇവിടെ എന്തോ സംഭവം. ഓക്കെ, മാർക്കറ്റ് ഇത് ഒന്നുകിൽ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരണം. ഇത് 2 പോയിന്റേ ഉള്ളൂ. ഇതിനകത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ട്രേഡ്, പക്ഷേ വേണ്ട, ഞാൻ അങ്ങനെ അതിന് പ്രിഫർ ചെയ്യുന്നില്ല. കാരണം 22,216 ബ്രേക്ക് ചെയ്യണം, ബ്രേക്ക് ചെയ്ത് നല്ലോണം സസ്റ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് പൊട്ടി ഇവിടുന്ന് താഴോട്ട് തിരിച്ചു വരണം. അതായത് മാർക്കറ്റ് ഇവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത്, ഇവിടുന്ന് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി ഒന്നുകിൽ ഇവിടുന്ന് റിജക്ഷൻ വരണം, ഇല്ലെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് മുകളിൽ പോകണം, അല്ലെങ്കിൽ ഇവിടെ താഴോട്ട് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോകണം, ഇല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം, അടുത്ത സപ്പോർട്ട് ചെയ്ത് ഇവിടുന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യണം. ഇത്രയൊക്കെ ഉള്ള സിനാരിയോ, കൂടുതൽ സിനാരിയോ ഒന്നുമില്ല. ഇതിനകത്ത് വരയ്ക്കാനും ഒന്നുമില്ല, എല്ലാം ആ സെറ്റീസ് അതുപോലെ തന്നെ, പുതിയ വരകളും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇത് വീണ്ടും ഞാൻ ഈ പറയുന്നു നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും ഈ സംഭവം. ഓക്കെ, നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും ഇതിനകത്ത്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പം സൂക്ഷിച്ചും കണ്ടും ട്രേഡ് ചെയ്യുക, അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക, ചുമ്മാതെ ചാടിക്കയറി ട്രേഡ് ചെയ്ത് പൈസ കളയല്ല. ഈ മാസം എങ്കിലും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ട്രേഡ് ചെയ്ത് ഒരാഴ്ച നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ഒറ്റയാഴ്ച ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസം കൊണ്ട് പിന്നെ നിങ്ങൾ പിടിച്ചു കയറിക്കോളൂ. അതിനുശേഷം നമുക്ക് വേറെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. തൽക്കാലം നിങ്ങൾ 2 കാലിൽ നിന്ന് ഓക്കെ പിന്നെ പടവെട്ടാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് ചാടിക്കടന്നും പറന്നും ഒക്കെ വെട്ടാൻ പഠിക്കാം. ആദ്യം നമ്മൾ 2 കാലിൽ നിന്ന് പടവെട്ടാൻ പഠിക്കുക. അതിന് ശേഷം വേണം നമുക്ക് അടുത്ത അടവുകൾ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് വളരെ കുറവാണ് കേട്ടോ. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.